നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതുതന്നെയായിരിക്കും ഒരുപക്ഷേ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ അങ്ങനെ ഒരു കരാർ ഒപ്പുവെക്കുമ്പോൾ അത് ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഒരു വലിയ ചരിത്രം എഴുതും എന്നതിൽ സംശയമില്ല. ഈ ചരിത്ര കരാറിനെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ വിശേഷിപ്പിച്ചത്. 200 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ കരാർ ആഗോള GDPയുടെ ഗണ്യമായ പങ്കിനെ നിയന്ത്രിക്കാൻ പോകുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും 27 രാജ്യങ്ങളടങ്ങിയ ഏറ്റവും വലിയ വ്യാപാര കൂട്ടായ്മയും കൈകോർക്കുമ്പോൾ അത് വെറുമൊരു കച്ചവടത്തിനപ്പുറം ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയ നീക്കമായി മാറും എന്നതിൽ സംശയമില്ല. ഒപ്പം സംസ്ഥാനത്തേക്ക് വന്നാൽ നിയമസഭാ സമ്മേളനം അടക്കം പ്രക്ഷുബ്ധമാകുന്ന നിയമസഭാ സമ്മേളനമായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്തകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. സ്വർണ്ണക്കൊള്ളയും പയ്യന്നൂർ ഫണ്ട് തിരിമറിയും ആയുധമാക്കാൻ പ്രതിപക്ഷം. നയപ്രഖ്യാപനത്തിൽ നന്ദി പ്രമേയ ചർച്ച തുടരും. KPCC തെരഞ്ഞെടുപ്പ് സമിതി തിരുവനന്തപുരത്ത്. സ്ഥാനാർത്ഥി നിർണയം പ്രധാന അജണ്ട. സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിച്ചേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. SIT നിലപാടറിയിക്കും. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിപ്പകർപ്പ് EDക്ക് കൈമാറാൻ SIT. ഇന്ന് ഓഫീസിലെത്തി രേഖകൾ പരിശോധിക്കും. സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സൂചനാ പണിമുടക്കിന്ന്. അടിയന്തര സാഹചര്യം ഒഴികെയുള്ള സേവനവും അധ്യാപനവും ബഹിഷ്കരിക്കും. അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കും ഇന്ന്. പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 കുറയ്ക്കണമെന്ന ആവശ്യം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. പ്രഖ്യാപനം ഇന്നത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷം. ആഗോള GDPയുടെ ഗണ്യമായ പങ്ക് കരാർ നിയന്ത്രിക്കും. അമേരിക്കയുടെ താരിഫ് ഭീഷണി മറികടക്കാനാകുമെന്ന് പ്രതീക്ഷ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് ഇനി 2 നാൾ. ക്ഷേമ പെൻഷൻ വർധന, ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണം ഉൾപ്പെടെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുക സർക്കാരിന് വെല്ലുവിളി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഇന്ന് സർവകക്ഷി യോഗം. ബജറ്റ് ഫെബ്രുവരി 1-ന്. കോൺഗ്രസ് നയരൂപീകരണ സമിതി യോഗം വൈകിട്ട്. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. NSSന് ലഭിച്ച അനുകൂല വിധി എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാക്കണമെന്ന് സർക്കാർ. ഭിന്നശേഷി സംവരണം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനാകുന്നില്ലെന്ന് സർക്കാർ നീക്കം ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് പിന്നാലെ. നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ്. അതുതന്നെയായിരിക്കും ഇന്ന് സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി വരിക. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഒപ്പം പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും സഭയിൽ ചർച്ചയായി വന്നേക്കും. അടിയന്തര പ്രമേയ നോട്ടീസിനായി വിഷയങ്ങൾ കൊണ്ടുവരുമോ എന്നതിലാണ് ആകാംക്ഷയുള്ളത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയും ഇന്ന് തുടരാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ആതിര രാധാകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ആതിര, നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ്. ഏറ്റവും പ്രധാനം, ഈ നിയമസഭാ സമ്മേളനത്തിന് തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിരോധത്തിലാണ്. പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രതിരോധത്തിലാണ്. ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സർക്കാർ ഒരു തരത്തിൽ പ്രതിരോധത്തിലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്. പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ. തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ മറുപടി സർക്കാരിനും പറയാനുണ്ടാകും. എങ്ങനെയായിരിക്കും സഭ? അഖില, ഏതായാലും 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. ഇന്ന് സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്. കാരണം സ്വർണ്ണക്കൊള്ള വീണ്ടും പ്രതിപക്ഷം ആയുധമാക്കാനുള്ളൊരു സാഹചര്യമാണ് നിലവിലേതായാലും ഉള്ളത്. അതുപോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതും സഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടാനുള്ളൊരു സാധ്യതയാണ് ഏതായാലും ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഭ തീർച്ചയായും
പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സഭയിൽ പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ തിരിച്ച് ഭരണപക്ഷം ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയുമായി പുറത്തു വന്നിട്ടുള്ള ചിത്രം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും അടൂർ പ്രകാശുമായി പുറത്തു വന്നിട്ടുള്ള ചിത്രമാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഭരണപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ളയെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിച്ചിരുന്നത്. അത്തരത്തിൽ ആ ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രതിരോധം തന്നെയായിരിക്കും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത് പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ വലിയ രീതിയിൽ സർക്കാരിന് ഒരു പ്രതിരോധത്തിലാക്കിയത് എന്ന് പറയുന്നതും ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള വിഷയം തന്നെയാണ്. അത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ സർക്കാരിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ അത് ആയുധമാക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അത് കൂടാതെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടിയന്തര പ്രമേയമായി കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ ഇന്നും ആകാംക്ഷ തുടരുകയാണ്. ഒരുപക്ഷെ അത്തരത്തിലൊരു അടിയന്തര പ്രമേയമായി ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് ഇന്നും നിലവിൽ ഏതായാലും ഉള്ളത്. അതുകൊണ്ട് തന്നെ സഭ ഏതായാലും പ്രക്ഷുബ്ധമാവാനുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ ഒരു യോഗം ഇന്ന് ചേരുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. നേരത്തെ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ കെ ബാബു ഒഴികെ സിറ്റിംഗ് MLA-മാരെല്ലാം മത്സരിക്കണം എന്നുള്ള ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം പാലക്കാട് സീറ്റ് സംബന്ധിച്ചും ചില നിർണായക ചർച്ചകൾ കോൺഗ്രസിലുണ്ടാകുമല്ലോ. അഖില, തീർച്ചയായും ഈ കോൺഗ്രസ് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഒരുങ്ങുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെയുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ KPCC ഇന്ന് ഏതായാലും നിർണായകമായിട്ടുള്ള യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം ഏതായാലും ഈ യോഗത്തിലൂടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. KPCC ഓഫീസിൽ വൈകുന്നേരം 3 മണിയോടുകൂടിയായിരിക്കും യോഗം ചേരുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നിർണയം സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ തന്നെയാണ് നിലവിൽ ധാരണയായിട്ടുള്ളത്. പക്ഷേ തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നൊരു കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതേസമയം പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചും കൃത്യമായ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ നേതൃത്വവും പാർട്ടിയും കടക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശയക്കുഴപ്പം, ഈ സീറ്റിംഗ് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെ കാര്യങ്ങൾ അത് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡിന് തീരുമാനം വിടാനുള്ള ഒരു സാധ്യതയാണ് ഏതായാലും പാർട്ടി നേതൃത്വം നിലവിൽ ഏതായാലും എടുത്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് UDF-ലെ മുന്നണിയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊരു തീരുമാനം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വം ഉൾപ്പെടെ UDF-നോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ തന്നെ പാർട്ടി കടന്നിട്ടുള്ളത്. നിലവിലുള്ള സിറ്റിംഗ് MLA-മാരെ തന്നെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെ MLA-മാരെ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികൾ ആര് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഹൈക്കമാൻഡിന് വിടാനാണ് നിലവിൽ ഏതായാലും നേതൃത്വത്തിന്റെ തീരുമാനം. ശരി, ആതിര രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ സംബന്ധിച്ച് വലിയ പ്രക്ഷുബ്ധമായ നടപടികളായിരിക്കും നിയമസഭയിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞതും ഗവർണർ ചിലത് ഒഴിവാക്കിയെന്ന് പറഞ്ഞതും ഒക്കെ നന്ദിപ്രമേയ ചർച്ചയിൽ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഒപ്പം KPCC-യെ സംബന്ധിച്ച് നിർണായകമായുള്ള തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരാൻ പോകുന്നത്. ആരെയൊക്കെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് ഇനി 2 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ക്ഷേമ പെൻഷൻ വർധനയും ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണവും റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുന്നതും പരിഗണിക്കുന്നുണ്ട്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്.
നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെയാണ് രണ്ടാം പിണറായി സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് കരകയറാൻ ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനങ്ങളിലൂടെ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നടത്തിയിട്ടും പക്ഷേ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപയായി ഉയർത്തുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം രണ്ടാം പിണറായി സർക്കാർ പടിയിറങ്ങുമ്പോൾ നടപ്പിലാക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത്രയേറെ ഉയർത്തിയില്ലെങ്കിലും നിലവിലെ 2000 രൂപയിൽ നിന്ന് ചെറിയൊരു വർധനവ് പ്രതീക്ഷിക്കുകയാണ്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ്. നാളികേരം, നെല്ല് കർഷകർക്കായി പ്രത്യേക സബ്സിഡികളും പാക്കേജുകളും പ്രതീക്ഷിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണവും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് സൂചന. ലൈഫ് മിഷൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലായി വലിയൊരു തുക നീക്കിവെക്കാൻ സാധ്യതയുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണി ഇടപെടലിനും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയ്ക്കും കൂടുതൽ തുക വകയിരുത്താൻ സാധ്യത. വ്യാവസായിക, വിദ്യാഭ്യാസ, ആരോഗ്യ, IT മേഖലകളിൽ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കും. അതേസമയം സാമ്പത്തിക ഞെരുക്കവും കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചതും സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നാണ് സർക്കാർ ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അവസാന ബജറ്റ് വെല്ലുവിളി നിറഞ്ഞതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ബജറ്റ് ഫെബ്രുവരി 1-നാണ്, ഏപ്രിൽ 2 വരെ നീളുന്നതാണ് ഈ സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13-ന് അവസാനിക്കും. രണ്ടാം ഘട്ടം മാർച്ച് 9-നാണ് ആരംഭിക്കുക. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ജനുവരി 29-ന് ചീഫ് ഇക്കണോമിക് അഡ്വൈസർ V. അനന്ത നാഗേശ്വരൻ സമർപ്പിക്കും. കഴിഞ്ഞ വർഷത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രകടനം വിശകലനം ചെയ്യുന്ന ഒരു നിർണായക രേഖയാണ് ഈ സാമ്പത്തിക സർവേ. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണെങ്കിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9ാമത്തെ ബജറ്റ് 1-ന് തന്നെ അവതരിപ്പിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരുന്നുണ്ട്. സമ്മേളനം സുഗമമായി നടത്താനുള്ള പിന്തുണ സർക്കാർ തേടും. കോൺഗ്രസ് നയരൂപീകരണ സമിതി യോഗവും ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. പാർലമെന്റിൽ എന്ത് നിലപാടെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായേക്കും. അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ മറികടക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം നിർണായക ഘട്ടത്തിലാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപനം ഇന്ന് നടക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷമാകും പ്രഖ്യാപനം. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരാണ് യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് യൂറോപ്യൻ യൂണിയൻ. 2023-24 കാലഘട്ടത്തിൽ മാത്രം ഇരുവിഭാഗവും തമ്മിലുള്ള വ്യാപാരം $120 ബില്യൺ കടന്നിരുന്നു. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് ഇരട്ടിയായി വർദ്ധിക്കും. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് കരാറിനെ വിശേഷിപ്പിച്ചത്. ഇന്ന് നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷമാകും കരാറിനെ കുറിച്ചുള്ള അന്തിമ പ്രഖ്യാപനം വരിക. 200 കോടി ജനങ്ങൾ കരാറിലൂടെ ഒന്നിക്കുമെന്ന യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഉറപ്പു പറയുമ്പോൾ കരാർ നിർണായക ഘട്ടം പിന്നിട്ടുവെന്ന് ഉറപ്പാവുകയാണ്. ആഗോള GDP-യുടെ ഗണ്യമായ പങ്കിനെയാവും ഈ കരാർ നിയന്ത്രിക്കുക. ടെക്സ്റ്റൈൽ, ആഭരണങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, കാർഷിക വിഭവങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഈ കരാർ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ ഈ കരാർ ഉറപ്പു നൽകുന്നു. ഇത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും കരുത്താകും. ഇന്ത്യൻ IT കമ്പനികൾക്കും യൂറോപ്പിൽ വലിയ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ കാറുകളുടെ ഇറക്കുമതി നികുതിയിൽ ഇന്ത്യ കുറവ് വരുത്താൻ സാധ്യതയുണ്ട്. അതേസമയം യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാർബൺ വികിരണത്തിന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന പ്രത്യേക നികുതി ഉൾപ്പെടെയുള്ള ചില വെല്ലുവിളികൾ മറികടക്കേണ്ടതുണ്ട്. 2007-ൽ വ്യാപാര ചർച്ചകൾ ആരംഭിച്ചിരുന്നുവെങ്കിലും 2013-ൽ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് 2022 ജൂണിലാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ചർച്ച പുനരാരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സൂചനാ പണിമുടക്ക് ഇന്ന് നടക്കും. അധ്യാപനവും ബഹിഷ്കരിക്കും. ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാലത്തേക്ക് OPയും ബഹിഷ്കരിക്കാനാണ് നിലവിൽ തീരുമാനം. KGM-CTA സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ഇന്ന് നടത്തുന്നുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഫെബ്രുവരി മുതൽ അധ്യാപനവും OPയും ബഹിഷ്കരിച്ച് ഒപ്പം അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്താനും ആലോചിക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഫെബ്രുവരി 11 മുതൽ സർവകലാശാല പരീക്ഷാ ജോലികളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്നും KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും യാതൊരു പരിഹാരവും ഇല്ലാതായതോടെയാണ് കടുത്ത സമരത്തിലേക്ക് ഡോക്ടർമാരുടെ സംഘടന കടക്കുന്നത്.
ഇന്ന് അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കാണ്. ആഴ്ചയിൽ 5 ദിവസത്തെ പ്രവൃത്തി ദിനം നടപ്പാക്കണമെന്ന ആവശ്യവുമായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് യൂണിയനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. 4ാം ശനിയും ഞായറാഴ്ചയും റിപ്പബ്ലിക് ദിനവും കാരണം 3 ദിവസം ബാങ്കുകൾക്ക് അവധിയായിരുന്നു. ഇന്ന് പണിമുടക്ക് കൂടി വരുന്നതോടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ സ്തംഭിക്കും. ചീഫ് ലേബർ കമ്മീഷണറുമായുള്ള 23-ലെ അനുരഞ്ജന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് 9 യൂണിയനുകളുടെ കൂട്ടായ്മയായ UFBUവിന്റെ സമരം. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും അവധി നൽകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ഇതിനായി ആഴ്ചയിലെ 5 പ്രവൃത്തി ദിനങ്ങളിൽ 40 മിനിറ്റ് അധിക സമയം ജോലി ചെയ്യാമെന്ന് അവർ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗിക അതിക്രമം ആരോപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. കുന്നമംഗലം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വർഷ ഗിരീഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. വർഷ, നേരത്തെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ജാമ്യം കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ടോ? പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ തെളിവുകൾ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ അഖില, കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചിരുന്നു. തുടർന്നാണ് വിധി പറയാൻ വേണ്ടി 27 മാറ്റിയത്. പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുത് എന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ പ്രതികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ദീപകിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും വീഡിയോയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതിക്ക് യാതൊരുവിധ ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. എന്നാൽ ഇതിൻ്റെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വീഡിയോ ആണ്. ഈ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോണുകളും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ജാമ്യം നൽകരുത് എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിതയും അതേപോലെ പ്രതിവാദ വക്കീലും. ബസ്സിൽ നിന്നും ഈ ഷിംജിതയ്ക്ക് ദുരനുഭവം ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് അവർ കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയും. അതേസമയം ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. കാരണം തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. പയ്യന്നൂരിലെത്തി ബസ്സിൽ ഉൾപ്പെടെ പോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കത്തിലാണ് എന്തായാലും പോലീസും ഉള്ളത്. എന്തായാലും കേസിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് സ്വർണ്ണക്കൊള്ളയിൽ ED ഉദ്യോഗസ്ഥർക്ക് മൊഴികളുടെ പകർപ്പ് കൈമാറാൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. പ്രതികളുടെ മൊഴികളും സാക്ഷിമൊഴികളും നൽകും. നാളെ ED ഉദ്യോഗസ്ഥർ SIT ഓഫീസിലെത്തി രേഖകൾ പരിശോധിക്കും. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികൾ ED റെയ്ഡിനു മുമ്പ് SITയോട് ആവശ്യപ്പെട്ടിരുന്നു. രേഖകൾ നൽകാതിരുന്നാൽ നിയമതർക്കമാകുമെന്നതിനാലാണ് SIT മേധാവി H. വെങ്കിടേഷ് മൊഴിപ്പകർപ്പുകൾ EDക്ക് കൈമാറാൻ തീരുമാനിച്ചത്. ED ഉദ്യോഗസ്ഥർ SITയുമായി ചർച്ച നടത്തിയ ശേഷം രേഖകൾ പരിശോധിച്ച് ആവശ്യമുള്ളവ കൈമാറും. പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ട് SITക്ക് ED കത്തയച്ചിരുന്നു. വിശദമായ മൊഴിപ്പകർപ്പുകൾ ആവശ്യമാണെന്ന് ED വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT വീണ്ടും ചോദ്യം ചെയ്തു. കട്ടളപ്പാളി കേസിൽ കൂടുതൽ വ്യക്തത തേടിയ ചോദ്യം ചെയ്യൽ. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കിയതായി SIT അറിയിച്ചു. കുറ്റപത്രം നൽകാത്തതോടെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായിരുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നു. കുറ്റപത്രം വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിൽ മോചിതരാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിലെത്തുകയാണ്. SIT ഇത് സംബന്ധിച്ച നിലപാട് അറിയിക്കും. പ്രശാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പങ്കജ് ഭണ്ഡാരിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ. അത് എങ്ങനെയാണ് അതിൽ ഒരു FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ എത്തിയാൽ അതെങ്ങനെയാണ് ഇനി ഉണ്ടാവുക? അതിൻ്റെ മറ്റ് നിയമവശങ്ങൾ എങ്ങനെയാണ്? അഖില, ഗുഡ് മോർണിംഗ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരാനുള്ളത്. ഒന്ന്, പങ്കജ് ഭണ്ഡാരിയുടെ ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ. അതോടൊപ്പം തന്നെ KP ശങ്കരദാസിന്റെ ആരോഗ്യം സംബന്ധിച്ചുള്ള മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് സമർപ്പിക്കും. ഈ 2 കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചാണ്. ആ സമയത്ത് SITയുടെ മറുപടി കാക്കുകയാണ് ഉണ്ടായത്. ഇന്ന് SIT മറുപടി നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
എന്തുകൊണ്ട് ഈ അറസ്റ്റിലേക്ക് പോയി? 12-ാം പ്രതി, സ്വർണ്ണക്കൊള്ള കേസിൽ 12-ാം പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി. ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ FIR റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. 109 ഗ്രാം സ്വർണം തന്റെ ഓഫീസിൽ നിന്നടക്കം സ്ഥാപനങ്ങളിൽ കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് ചട്ടവിരുദ്ധമായല്ല, അത് തനിക്ക് കൈമാറിയതാണ് എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കുന്നത്. 6 തവണ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുകയാണ് ചെയ്തത്. പിന്നെ എന്തിനാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു നടപടിയാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ തനിക്ക് നൽകിയ സ്വർണം അടക്കം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി അടക്കം ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത കുറവുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. SITക്ക് പൂർണ്ണമായി വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കുന്നത്. അതേസമയം SIT ഇക്കാര്യത്തിൽ എന്ത് നിലപാട് അറിയിക്കുമെന്നുള്ളതാണ്. 12-ാം തീയതി നേരത്തെ ഈ ഹർജി പരിഗണിച്ചിരുന്നു. ആ സമയത്താണ് SITയോട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഹാജരാക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ഒക്കെ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ SIT ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇന്ന് അറിയാനുള്ളത്. മറ്റൊന്ന് ശങ്കർദാസിന്റെ ഹർജിയാണ്. ശങ്കർദാസിന്റെ ഹർജിയല്ല, ശങ്കർദാസിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് നൽകും. നേരത്തെ തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ജയിലിലും ശങ്കർദാസിന് ആരോഗ്യ പരിരക്ഷ നൽകാൻ കഴിയുമോ, ചികിത്സ നൽകാൻ കഴിയുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തുന്നത്. ഏതായാലും ഈ 2 കാര്യങ്ങളിലും നിർണായക തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സംസ്ഥാനത്താകെ തന്നെ ഇന്ന് കൊച്ചിയിലടക്കം കളക്ടറേറ്റിലേക്ക് UDFന്റെ മാർച്ചുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരു വശത്ത് നിയമപോരാട്ടങ്ങൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു, മറുവശത്ത് രാഷ്ട്രീയ പോരാട്ടങ്ങളും ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അഖില, ശരി, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പോരാട്ടമൊപ്പം നിയമപരമായ കാര്യങ്ങളും അതിൻ്റെ മുറയ്ക്ക് നടക്കുകയാണ്. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകട്ടെ. യഥാർത്ഥ പ്രതികളെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ എല്ലാവർക്കും ലഭിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. കേസിൽ പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ട് പരാതിക്കാരൻ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ നിന്ന് നിലപാട് അറിയിക്കും. മുൻ MLA PV അൻവറിന്റെ പരാതിയിലായിരുന്നു MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയത്. എന്നാൽ അൻവർ ആരോപിച്ച വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി നടത്തിയതായി കണ്ടെത്താനായില്ല എന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടിനെതിരെയാണ് നാഗരാജ് കോടതിയെ സമീപിച്ചത്. ഭക്തിമയമാണ് ത്രിമൂർത്തി സംഗമസ്ഥാനത്തിന്റെ സായാഹ്നം. മഹാമാഘ മഹോത്സവത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങായ നിള ആരതി ദർശിക്കാൻ ആയിരങ്ങളാണ് നിളാതീരത്ത് ഒത്തുകൂടുന്നത്. ഭാരതപ്പുഴയുടെ തവനൂർ ഭാഗത്ത് മഹാദേവഘട്ടിൽ മേജർ രവിയും കുടുംബവും പങ്കെടുത്തു. മഹാമാഘ മഹോത്സവം തുടങ്ങിയതു മുതൽ ഭാരതപ്പുഴയുടെ സായാഹ്നം നദീപൂജയ്ക്കുള്ള കാത്തിരിപ്പിലാണ്. ആരതി ദർശിക്കാനും സമൂഹ മംഗളാരതിയിൽ പങ്കെടുക്കാനുമായി ആയിരങ്ങളാണ് നിളാപരപ്പിൽ ഒത്തുകൂടുന്നത്. ഭാരതപ്പുഴയുടെ തവനൂർ ഭാഗത്ത് മഹാദേവ ഘാട്ടിൽ നടന്ന നിള ആരതിക്ക് നേതൃത്വം നൽകുന്നത് കാശിയിൽ നിന്നെത്തിയ പണ്ഡിറ്റുകളാണ്. സിനിമാ സംവിധായകനും നടനുമായ മേജർ രവിയും കുടുംബവും നിള ആരതിയിൽ പങ്കെടുത്തു. ഭഗവതി തവതി നീർമാത്ര ഇന്നിപ്പോൾ ഇത് കണ്ടപ്പം ആ ഒരു ഗംഗാരതിയുടെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഗംഗാരതി വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതൊരു തുടക്കമായതുകൊണ്ട് ഈ സൈഡിൽ ശിവൻ്റെ അമ്പലത്തിൻ്റെ സൈഡിൽ 6 എണ്ണം, അപ്പുറത്ത് എനിക്ക് തോന്നുന്നു 20-25ഓളം ആരതികളുണ്ട്. അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി ഇതുപോലൊരു സംഗമം നടക്കുന്ന സമയത്ത് ഓരോരോ വർഷങ്ങളും പിന്നീട് ഇതൊരു കോമ്പറ്റീഷനാണ്. കാശി പോലെ തന്നെ കേരളവും വളരട്ടെ. തുടർന്ന് നടന്ന ഭൈരവി പൂജയിലും മേജർ രവി പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. നിളാതീരത്തെ ആത്മീയതയിൽ ആറാടിച്ച് ത്രിമൂർത്തി സംഗമഭൂവിൽ ഇരുകരകളിലായി മഹാമാഘ ഉത്സവം തുടരുകയാണ്. തവനൂരിൽ നടന്ന യതി പൂജയിൽ നിരവധി സന്യാസിമാർ പങ്കെടുത്തു. നിളാതീരത്തെ ആത്മീയതയിൽ ആറാടിച്ചുകൊണ്ട് ത്രിമൂർത്തി സംഗമഭൂവിൽ ഇരുകരകളിലായി മഹാമാഘ ഉത്സവം തുടരുകയാണ്. തവനൂരിൽ നടന്ന യതിപൂജയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി സന്യാസിമാർ പങ്കെടുത്തു. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി നടത്തിയ സമഷ്ടി ഭണ്ഡാര മഹോത്സവത്തിൽ സന്യാസിമാർക്ക് മഹാഭിക്ഷ നൽകി ആദരിച്ചു.
സന്യാസി സമ്മേളനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്തു. സമാജത്തിന്റെ ശക്തിയാണ് ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് പ്രകടമാകുന്നതെന്നും 2016 തുടങ്ങിയ മഹാമഹോത്സവത്തിന്റെ 12ാം വർഷമായ 2028 മഹോത്സവം അതിവിപുലമായി നടത്തണമെന്നും മണ്ഡലേശ്വർ ആഹ്വാനം ചെയ്തു. ഭാരതത്തിലെ എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാരിവിടെ എത്തിച്ചേർന്ന് ഈ കാണുന്ന മാഘമഹോത്സവ വേദിയായിട്ടുള്ള ബ്രഹ്മദേവന്റെ യജ്ഞഭൂമിയായിട്ടുള്ള ഈ തിരുനാവായ മണപ്പുറം മുഴുവൻ ഭാരതത്തിലെ ധാർമ്മികാചാര്യന്മാരുടെ ശിബിരങ്ങൾ ഉയർന്ന് ഓരോ പരമ്പരകളും അവരവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളാൽ നിറഞ്ഞ് അവരുടെ തപസ് ഈ പുണ്യഭൂമിയിൽ അലിഞ്ഞു ചേർന്ന് ഇതിൽ നിന്നുള്ള ഊർജം ഈ സമാജത്തിലേക്കും രാഷ്ട്രത്തിലേക്കും പ്രസരിച്ച് ഈ ധർമ്മധ്വജം ഇന്ന് ഈ തിരുനാവായയുടെ ഈ നിളയുടെ ഇരു കരകളിലുമായിട്ട് നമ്മൾ ഉയർത്തിയിരിക്കുന്ന ധർമ്മധ്വജം ഇവിടെയുള്ള ഓരോ ഹിന്ദുവിന്റെയും മനസ്സിൽ ആഴത്തിൽ ഉറപ്പിച്ച് ഈ ദേശമാകെ ആ ധർമ്മധ്വജം ഏറ്റവും ഉയരത്തിൽ പാറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയായിട്ട് 2028 സിംഹസ്ഥ മാറണം. മാതാ അമൃതാനന്ദമയി മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ, സഭാപതി സ്വാമി സംവിധാനന്ദഗിരി തുടങ്ങി വിവിധ ആശ്രമങ്ങളിലെ സന്യാസിമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. ഇനി ഒരു 12 വയസ്സുകാരൻ്റെ കഥയാണ് പറയുന്നത്. കഥയല്ല, ശരിക്കും ഇതൊരു ജീവിതമാണ്. കുട്ടനാട്ടുകാരൻ്റെ അഭിനയ മികവിന് തമിഴ്നാട് സർക്കാരിൻ്റെ കയ്യടി. റീൽസിലും സിനിമയിലും കയ്യൊപ്പ് ചാർത്തി ആലപ്പുഴക്കാരൻ നൃപൻ കൃഷ്ണൻ ഓടിക്കയറിയത് തമിഴ് മക്കളുടെ മനസ്സിലേക്കാണ്. തമിഴ്നാട് സർക്കാർ നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചാണ് 12-കാരനായ നൃപൻ തമിഴകത്തിനും പ്രിയങ്കരനായി മാറുന്നത്. നിങ്ങൾ പാത്തിക്കൊണ്ടിരിപ്പത് ഭാഷ ചെറുതായെന്ന് മാറിപ്പോയി. ഭാഷ മാറിയെങ്കിലും നമ്മൾ പോകുന്നത് ആ നാട്ടിലേക്ക് തന്നെയാണ്. കുട്ടനാടുകാരൻ പയ്യൻ്റെ അഭിനയമോഹത്തിന് തമിഴ് മക്കളുടെ കയ്യടി ലഭിച്ച കഥയിലേക്ക്. ഇതാണ് നൃപൻ കൃഷ്ണൻ, പറവൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി. 12-കാരനായ നൃപൻ്റെ അഭിനയത്തോടുള്ള അഭിരുചി ആദ്യം തിരിച്ചറിഞ്ഞത് അയൽവാസിയായ ആകാശാണ്. ആകാശും ആകാശിൻ്റെ സഹോദരി ആവണിയും ചേർന്ന് ദാസനും മോളിയും എന്ന പേരിൽ ആരംഭിച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയായിരുന്നു നൃപൻ്റെ അഭിനയ തുടക്കം. റീലുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനപ്രീതി നേടിയതോടെ സിനിമയിലേക്കുള്ള വാതിലും ആ അഭിനയമോഹിയുടെ മുന്നിൽ തുറന്നു. അങ്ങനെ ചിത്രീകരണം പുരോഗമിക്കുന്ന ഒരു മലയാള സിനിമയിലും നൃപൻ വേഷമിട്ടു. ഇതായിരുന്നു വഴിത്തിരിവ്. തമിഴ്നാട് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ നിർമ്മിച്ച 1 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രത്തിൽ പ്രധാന വേഷമാണ് ഈ കുട്ടി കലാകാരൻ ലഭിച്ചത്. 2 ദിവസങ്ങളിലായി നാഗർകോവിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണം. നല്ല രസമായിരുന്നു. വളരെ അവിടെ മലയാളികളായിരുന്നു എൻ്റെ ഡയറക്റ്റൊക്കെ. അവിടെ തമിഴരായ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. നല്ല രസമായിരുന്നു. വളരെ എൻജോയ് ചെയ്ത 2 ദിവസമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ദിവസം അതായിരുന്നു. സിനിമയിലെത്തണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നടന്നു. അല്ല വലിയ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. തമിഴിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ തമിഴ് മക്കളുടെയും പ്രിയങ്കരനായി മാറി ഈ കുട്ടനാട്ടുകാരൻ. സിനിമ തന്നെയാണ് ലക്ഷ്യമെങ്കിലും സംഗീതം പഠിക്കണമെന്ന ആഗ്രഹമുണ്ട് ഈ കുട്ടിത്താരത്തിന്. അങ്ങനെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും തൻ്റെ സ്വപ്നത്തിലേക്ക് ആത്മവിശ്വാസത്തിൻ്റെയും അഭിനയ മികവിൻ്റെയും ചിറകിലേറി പറക്കുകയാണ് നൃപൻ കൃഷ്ണൻ. നൃപൻ മലയാളത്തിൽ മട്ടും താം ഫേമസ് എന്ന് നനച്ചിയ അതുക്കും മേലെ തമ്പി തമിഴിലും ഹീറോത. ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. ഇനി ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ്. ഭവന സന്ദർശനം ഉൾപ്പെടെ യോഗം വിലയിരുത്തും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗം നടന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്ന അംഗങ്ങൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൻ ദേവാണി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. കണ്ണൻ, വളരെ അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ CPM വളരെ പല വിഷയങ്ങളിലും പ്രതിരോധത്തിലായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ യോഗം ചേരുന്നത്. ഈ ഭവന സന്ദർശനമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നിരുന്നതാണ്. എന്തൊക്കെയാണ് ആളുകളോട് പറയേണ്ടത് എന്നതൊക്കെ സംബന്ധിച്ച് ഇതെല്ലാം ചർച്ചയാകുന്ന യോഗമാണ്. യോഗത്തിൻ്റെ മറ്റു വിവരങ്ങൾ?
അങ്ങനെ തന്നെയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെ മറികടക്കാൻ പല വഴികളാണ് CPM ആലോചിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും ഉണ്ടാകാത്ത പാർട്ടിയെ കരച്ചു കയറ്റുക എന്നത് തന്നെയാണ് നിലവിൽ പാർട്ടിയുടെ ലക്ഷ്യം. അതിനായാണ് ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കൂടുതലും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. മാത്രമല്ല, ഈ ശബരിമല ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ജില്ല ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ ശബരിമല വിഷയം പ്രതിസന്ധിയിലാക്കിയ ഒരു ജില്ലയാണ് CPM-നെ സംബന്ധിച്ച് പത്തനംതിട്ട. ഇവിടെ നിരവധി ഇവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉൾപ്പെട്ട ഒരു അംഗം തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസിലടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് പത്മകുമാർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടും അദ്ദേഹത്തെ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അടക്കം മാറ്റാത്തതും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ യോഗത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്നിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും പിണറായി വിജയൻ പറഞ്ഞത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഇനിയിപ്പോൾ ഉണ്ടാകില്ല. അതായത് അതിനെ ഒക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ പ്രവർത്തനം എന്നും അത്തരത്തിൽ മുന്നോട്ട് പോകുമെന്ന തരത്തിൽ ഈ പിണറായി വിജയൻ പറഞ്ഞു. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ താൻ തന്നെ ആയിരിക്കും നയിക്കുക എന്നാണ് പിണറായി വിജയൻ ഇന്നലെ പത്തനംതിട്ട സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമാക്കിയത്. മാത്രമല്ല, ഇതിൽ നേരത്തെ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അടക്കം ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. അതായത് കോന്നി മണ്ഡലത്തിൽ ജനീഷ് കുമാറും ഈ ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജും തുടരും എന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങളൊക്കെ മാധ്യമങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും സ്വയം സ്ഥാനാർത്ഥികളാകണ്ട എന്നും ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങളൊന്നും നടത്തണ്ട എന്നും ഒരു താക്കീത് ഇന്നലെ യോഗത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും തുടർഭരണം ഉറപ്പെന്ന് തന്നെയാണ് പിണറായി വിജയൻ പറയുന്നത്. അത് തന്നെയാണ് പാർട്ടിയെ ആത്മവിശ്വാസത്തിലാക്കാൻ ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ സിറ്റിംഗ് MLA-മാർ ഈ സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഈ ഇന്നലെ സെക്രട്ടേറിയറ്റിലും ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരാൻ മിക്കവാറും അത്തരത്തിൽ തന്നെ ആയിരിക്കും. അതായത് വീണ ജോർജും ജനീഷ് കുമാറും നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ്. അവർ കൂടുതൽ മെച്ചപ്പെട്ട ഈ മണ്ഡലത്തിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിലും എങ്ങനെയായിരിക്കണം പ്രവർത്തനം എന്നടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചർച്ചയായേക്കാം. കോന്നിയും ആറന്മുളയുമാണ് പത്തനംതിട്ട ജില്ലയിൽ ഇത് CPM-ന്റെ മണ്ഡലങ്ങളായിട്ടുള്ളത്. ഇവിടെ എങ്ങനെ പ്രവർത്തനം ഏകോപിപ്പിക്കണം, എങ്ങനെ ആണ് ഇത്തരത്തിൽ ഭവന സന്ദർശനം അടക്കം നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ഭവന സന്ദർശനം അടക്കം നടക്കുമ്പോൾ ഈ ശബരിമല പ്രധാനമായും വലിയൊരു വിഷയം തന്നെയാണ്. ഓരോ വീട്ടിലും ചെല്ലുമ്പോഴും പ്രധാനമായി വൈകാരികമായി തന്നെ ചിലപ്പോൾ പ്രതികരിക്കേണ്ടി വന്നേക്കാം. പത്തനംതിട്ട ശബരിമലയെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ അത് വലിയ വിഷയമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് പാർട്ടിക്കും ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഉള്ള ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യും എന്ന തരത്തിലുള്ള ചർച്ചകളാകും ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാവുക. എന്തായാലും ഇന്നലെ ഈ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത് അടുത്ത വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ജില്ലയിലെ നേതാക്കൾക്കൊക്കെ ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും. വലിയ വിവാദങ്ങളിലൊന്നും പോകാതെ അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്കായിരിക്കും ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗം ഉൾപ്പെടെ പോവുക. ശരി, കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ആറന്മുളയെ സംബന്ധിച്ചൊക്കെ എന്താണ് ഇനി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള തീരുമാനം എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം എങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നുകൂടി യോഗം വിലയിരുത്തും എന്നാണ് കണ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയും തിരുവിതാംകൂർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ മുരാരി ബാബുവിന് ED ഇന്ന് സമൻസ് നൽകിയേക്കും. SIT രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം നൽകിയിരുന്നു. എന്നാൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേസിലെ പ്രതികൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ വിവരങ്ങൾ തേടുന്നതിനാണ് ED നോട്ടീസ് നൽകുന്നത്. മുരാരി അടക്കമുള്ളവരുടെ വീടുകളിൽ ED നേരത്തെ പരിശോധനയിൽ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, സ്വത്തുക്കളടക്കമുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തതയുണ്ടാക്കും. സ്വർണ്ണക്കൊള്ളയിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകളാണ് ED അന്വേഷിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് ED കോടതിയെ സമീപിച്ചേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാൻ പോലീസ്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് നീക്കം. റിയൽ എസ്റ്റേറ്റ്, ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുത്തേക്കും. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ പരാതികൾ ലഭിച്ചിരുന്നു. ആതിര രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ആതിര, നേരത്തെ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ മറ്റൊരു കേസിൽ പ്രതിയായതുകൊണ്ട് തന്നെ, കസ്റ്റഡിയിലുള്ളത് കൊണ്ട് തന്നെ ജയിലിൽ തന്നെ തുടരേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം എന്താണ്? അതായത് വീണ്ടും കേസുകൾ പോറ്റിക്കെതിരെ വരാൻ പോവുകയാണല്ലോ.
അഖില, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനുള്ള നീക്കമാണ് നിലവിൽ ഏതായാലും പോലീസ് നടത്തുന്നത്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് പോലീസിന്റെ നീക്കം. നേരത്തെ തന്നെ തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിവിധ കേസുകൾ ഉണ്ടായിരുന്നു. പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉണ്ടായിരുന്നത്. ഈ പരാതികളിലൊക്കെ നിലവിൽ കേസെടുക്കാനാണ് തീരുമാനം. കാരണം നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ, അതായത് ഈ ദ്വാരപാലക പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നത് മൂലമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഈ കുറ്റപത്രം നൽകുന്നത് വൈകിയത് കൊണ്ട് തന്നെ മുരാരി ബാബുവിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു, സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ഫെബ്രുവരി 2 കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി 90 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി 90 ദിവസം പിന്നിടും. ഈ 90 ദിവസം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. കുറ്റപത്രം ഏതായാലും വൈകാനുള്ളൊരു സാധ്യതയാണുള്ളത്. അത്തരത്തിൽ കുറ്റപത്രം വൈകിക്കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾക്കൊക്കെ തന്നെ സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. നിലവിൽ ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നതോടുകൂടി അത് സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാവും, തെരഞ്ഞെടുപ്പിനെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഏതായാലും തേടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ പോലീസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വിവിധ കേസുകളിൽ റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പരാതികൾ മുൻപ് ഉണ്ടായിരുന്ന പരാതികളാണ്. ഈ പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായും ഈ ഉന്നതരുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നതും അവരുമായി ദൃശ്യങ്ങൾ എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ആ സമയങ്ങളിലൊക്കെ ഈ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഈ പരാതികളിൽ ഒരു കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരുന്നില്ല. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതിനു ശേഷമാണ് ഇപ്പോൾ ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കും. ആ ജാമ്യം വലിയ രീതിയിൽ സർക്കാരിനും തിരിച്ചടിയാകുമെന്നുള്ളൊരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ളയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. SITക്കെതിരെ വരെ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. അതുപോലെ തന്നെ SITയിലുള്ള വിശ്വാസം ഉൾപ്പെടെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഏതായാലും മുൻപുണ്ടായിരുന്ന പരാതികളിൽ കേസുകൾ എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനുള്ള ഒരു സാധ്യത തേടുന്നത്. ശരി, ആതിര രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. അമേരിക്കയിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് 5303 വിമാന സർവീസുകൾ കൂടി റദ്ദാക്കി. 4380 വിമാന സർവീസുകൾ വൈകുകയാണ്. കനത്ത മഞ്ഞുവീഴ്ച ഗതാഗത സംവിധാനത്തെ താറുമാറാക്കിയിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളിൽ ഏകദേശം 14% റദ്ദാക്കി. ഇന്നലെ 11,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഏവിയേഷൻ അനലിറ്റിക്സ് സ്ഥാപനമായ സിരിയത്തിന്റെ കണക്കനുസരിച്ച് കോവിഡിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. മഞ്ഞുവീഴ്ച കാർഗോ പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. 2 ഡസനിലധികം US സംസ്ഥാനങ്ങളെ മഞ്ഞുവീഴ്ച ബാധിച്ചിട്ടുണ്ട്. മിനസോട്ടയിൽ അക്രമാസക്തരായ ക്രിമിനൽ നിയമലംഘകരായ കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് വൈറ്റ് ഹൌസ്. കുടിയേറ്റക്കാരെ നാടുകടത്തി അമേരിക്കയെ വീണ്ടും സുരക്ഷിതമാക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല എന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത്. മിനസോട്ടയിലെ മിനിയപോളിസ് നഗരത്തിൽ ഇമിഗ്രേഷൻ ഏജന്റ് വാഹന പരിശോധനയ്ക്കിടെ US പൗരനായ 37 വയസ്സുകാരൻ അലക്സ് ജെഫ്രി പെട്രിയെ കൊല്ലപ്പെട്ടത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. 2 മാസത്തിനുള്ളിൽ മിനസോട്ടയിൽ ഒരു US പൗരൻ വെടിയേറ്റ് മരിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് അത്. അതേസമയം അമേരിക്കൻ തെരുവുകളിൽ ആളുകൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നത് കാണാൻ പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്ന് വൈറ്റ് ഹൌസ് പ്രസിഡന്റ് കാരലിൻ ലീവിറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നിലപാടുമായി UAE. ഇറാനെതിരെ നടപടികൾക്ക് എയർ സ്പേസ് അനുവദിക്കില്ല എന്ന് UAE അറിയിച്ചു. സമുദ്ര അതിർത്തിയും കരയും അനുവദിക്കില്ല എന്നും ആക്രമണത്തിന് ഒരു സഹായവും നൽകില്ല എന്നുമാണ് UAE വ്യക്തമാക്കുന്നത്. പരമാധികാരത്തെ ബഹുമാനിക്കുന്നതും നയതന്ത്ര പരിഹാരവുമാണ് UAEയുടെ നിലപാട്. അമേരിക്കൻ ആക്രമണം ഇറാനുമേൽ ഉണ്ടാകും എന്ന ആശങ്കകൾക്കിടയിലാണ് UAE നിലപാട് വ്യക്തമാക്കിയത്. US-ഉം ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാമെന്നുള്ള ഭീതിയിൽ മിഡിൽ ഈസ്റ്റിലേക്ക് വിമാന സർവീസുകൾ പ്രമുഖ അന്താരാഷ്ട്ര എയർലൈനുകൾ റദ്ദാക്കിയിരുന്നു. എയർ ഫ്രാൻസ്, ഡച്ച് വിമാന കമ്പനിയായ KLM, ലുഫ്താൻസ എന്നിവയാണ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിയത്. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ ഭാഗമായ ചിത്രപ്രദർശനം ശ്രദ്ധേയമാവുകയാണ്. നാടകങ്ങളുടെ രത്നച്ചുരുക്കങ്ങളാണ് ചിത്രങ്ങളായി പ്രദർശനത്തിൽ നിറഞ്ഞിരിക്കുന്നത്. നാടക പ്രവർത്തകൻ വിജേഷിന്റെ വേർപാടിനിടയിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സ്മരണയാവുകയാണ്.
കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ 16ാം പതിപ്പിലെ ചിത്ര പ്രദർശനം വേറിട്ട അനുഭവമാകുന്നു. അരങ്ങിലെത്തുന്ന നാടകങ്ങളെ വരയിലൂടെ ക്യാൻവാസുകളിൽ ഒതുക്കിയിരിക്കുകയാണ്. നാടകപ്രവർത്തകൻ വിജേഷിന്റെ ആകസ്മിക വിയോഗം വലിയ വിടവ് വരുത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രദർശനത്തിൽ നിറയുകയാണ്. നാടകങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് വിജേഷിന്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത്. വിജേഷ് കോഴിക്കോട് എന്ന അനശ്വര കലാകാരൻ സ്വന്തം നാടകത്തിലൂടെ പൂർത്തീകരിക്കാൻ പറ്റാത്ത ചില മുഹൂർത്തങ്ങളെയാണ് ഇവിടെ ഈ ചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങളുടെ പല ആശയങ്ങളും ഈ ചിത്രങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഈ ഇറ്റ്ഫോക്കിൽ ഇവിടെ നാടകപ്പാട്ടുമായി ബന്ധപ്പെട്ട് മാവിൻ്റെ ചുവട്ടിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. നാടകത്തെ ജനകീയമാക്കിയ ബാദൽ സർക്കാരിന്റെ നാടകങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇറ്റ്ഫോക്കിന്റെ പ്രദർശനത്തിൽ ഇടം നേടിയിട്ടുണ്ട്. നാടകങ്ങൾക്ക് സ്റ്റേജ് ഉപകരണങ്ങളെക്കാൾ അഭിനേതാവിന്റെ ശരീരത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നാണ് ബാദൽ സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. ഓരോ ചിത്രങ്ങളും നമുക്ക് ഒരുപാട് മീനിങ്സ് നൽകുന്ന വളരെ ഡീപ്പായിട്ട് മീനിങ്സ് വരുന്ന ചിത്രങ്ങളായിരുന്നു. അതുപോലെ തന്നെ സജീവ് സാറിൻ്റെയും അതുപോലെ ഗോപാൽ സാറിൻ്റെയും പിക്ചേഴ്സും ഇതുപോലെ തന്നെയാണ്. ഓരോ പിക്ചേഴ്സും വളരെയധികം വ്യത്യസ്തമാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകോത്സവങ്ങളിലൊന്നായ ഇറ്റ്ഫോക്കിലൂടെ ലോകരാജ്യങ്ങളിൽ ചർച്ചയായ നിരവധി നാടകങ്ങളാണ് എത്തുന്നത്. 9 വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങളുടെ അവതരണമാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങേറുക. അമൃത ന്യൂസ്, തൃശൂർ. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. NSSന് ലഭിച്ച അനുകൂല വിധി എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാക്കണമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി സംവരണം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ് സർക്കാർ നിലപാട്. ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് സർക്കാർ നീക്കം. അതേസമയം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 437 ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമന ശുപാർശ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപവൽക്കരിച്ചാണ് ഭിന്നശേഷി സംവരണ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. ഹൈസ്കൂൾ തലം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 1300 ഒഴിവുകളിൽ നിന്ന് റൊട്ടേഷൻ വ്യവസ്ഥ പ്രകാരമാണ് 437 പേർക്ക് നിയമന ശുപാർശ നൽകിയത്. ബാക്കി ഒഴിവുകളിലേക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ നടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് റിപ്പോർട്ട് നൽകുക. A. പത്മകുമാർ അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ നൽകിയ ഉത്തരവിലായിരുന്നു ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ നിർദ്ദേശം. അന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി, ജയിലിലും ചികിത്സ തുടരാനാകുമോ എന്നിവ പരിശോധിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ശങ്കർദാസിന്റെ നിലവിൽ പൂജപ്പുര ജയിലിലാണ്. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് വിപണി ഇന്നത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ കഴിഞ്ഞ ആഴ്ച പ്രകടമായിരുന്ന വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 2.5% നഷ്ടമാണ് ഓഹരി സൂചികകളിൽ ഉണ്ടായത്. ഈ ഒരാഴ്ച ഒട്ടേറെ ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതു ബജറ്റ് തന്നെയായിരിക്കും. സാമ്പത്തിക സർവേ റിപ്പോർട്ട്, കഴിഞ്ഞ മാസത്തെ കമ്പനികളുടെ വാഹന വിൽപ്പന നിരക്ക്, ഡിസംബർ മാസത്തെ വ്യാവസായിക ഉൽപ്പാദന ഡാറ്റ, കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാനുണ്ടാവും. ആഗോളതലത്തിൽ യൂറോപ്പിലെ 4ാം പാദത്തിലെ ആഭ്യന്തര വളർച്ചാ നിരക്ക്, US ഫെഡറൽ റിസർവ് മീറ്റിംഗ് ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. അവിടെ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അത്, ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ, ഇത്തരം ഘടകങ്ങളെല്ലാം ഈ ഒരാഴ്ച വിപണിയെ സ്വാധീനിക്കാനുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയാണ്. ഏത് രീതിയിൽ കമ്പനികൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരിക്കും പ്രവർത്തന ഫലങ്ങൾ. ഒപ്പം തന്നെ വരും പാദങ്ങളിൽ പ്രതീക്ഷിച്ചേക്കാവുന്ന സൂചനകളും ഇതെല്ലാമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിപണിയെ സ്വാധീനിക്കുന്നത്. ബജറ്റിനും ഒരു പരിധിവരെ വിപണിയെ സ്വാധീനിക്കാനുള്ള ഒരു
പ്രധാന ഘടകം തന്നെയാണ്. എന്തായാലും ഈ ഒരാഴ്ച വളരെ നിർണായകമായിരിക്കും വിപണിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ വിപണിയിലെ നീക്കങ്ങൾ വളരെ ഉയർന്ന തോതിലെ കയറ്റങ്ങൾ ഉണ്ടാകാമെങ്കിൽ കൂടിയും വളരെ ജാഗ്രതയോടെയുള്ള ഒരു നീക്കമായിരിക്കും വിപണിയിൽ ഉണ്ടാവുക. അതനുസരിച്ചുള്ള നിലപാടുകളായിരിക്കും നിക്ഷേപകർ ഈ ഒരു അവസരത്തിൽ സ്വീകരിക്കേണ്ടതും. എന്തായാലും സാങ്കേതികമായി 25,500 എന്നുള്ള നിലവാരം തന്നെയായിരിക്കും മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണിയിൽ ഒരു തുടർച്ചയായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും ആഗോള സാഹചര്യങ്ങളിൽ ഒരു അനുകൂലമായ രീതിയിൽ വ്യാപാരം തുടരുന്നതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. കൊല്ലം അമൃതപുരിയിൽ മാതാമൃതാനന്ദമയി മഠത്തിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മാതാമൃതാനന്ദമയി മഠത്തിൽ നടന്ന ചടങ്ങിൽ സ്വാമി ആത്മാനന്ദപുരി ദേശീയ പതാക ഉയർത്തി. ആശ്രമത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള CRPF 221 ബറ്റാലിയൻ F കമ്പനി അംഗങ്ങളും കേരള പോലീസ് സേനാ അംഗങ്ങളും ആശ്രമ അന്തേവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേശ് ദേശീയ പതാക ഉയർത്തി. ഇൻഡോജീനിയസ് കോ ഫൗണ്ടറും സിഇഒയും നിക് ബുക്കർ മുഖ്യാതിഥിയായി. അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി ഡീൻ ഡോക്ടർ ബിപിൻ ജി നായർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, ഡോക്ടർ ഗീതാകുമാർ, ഡോക്ടർ ഭവാനി റാവു എന്നിവർ സംസാരിച്ചു. സർവകലാശാലയിലെ അധ്യാപകരും ജീവനക്കാരും ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് ഗൾഫ് പ്രവാസികൾ. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ പ്രവാസി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തലും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനും ദേശീയ പതാക ഉയർത്തി. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ നടന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പുലർച്ചെ മുതൽ പ്രവാസി ഇന്ത്യക്കാർ എത്തി. തൊഴിലാളികളും സംരംഭകരും വീട്ടമ്മമാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രവാസി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. അബുദാബി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പ്രവാസികൾക്കായി അദ്ദേഹം വായിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ദുബായിൽ പുലർച്ചെ പെയ്ത നേർത്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നത്. കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയും UAE-യുമായുള്ള നയതന്ത്ര വ്യാപാര സൗഹൃദ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച കോൺസുൽ ജനറൽ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങളും വായിച്ചു. Indians in UAE have been extremely special, being the largest Indian diaspora outside of India. They have always proud flag bearers of our country. They have contributed immensely to this country, to our nation, and also to building bridges between India and UAE. FOI യുവ ടീം അവതരിപ്പിച്ച സമൂഹ നൃത്തം, ദേശഭക്തി ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. രാവിലെ പെയ്ത മഴയെ അവഗണിച്ചുകൊണ്ട് 100 കണക്കിന് ഇന്ത്യൻ പ്രവാസികളാണ് 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് എത്തിയത്. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ മത്സരം ബഹിഷ്കരിക്കാൻ ഒരുങ്ങി പാകിസ്ഥാൻ. നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ത്യയിൽ കളിക്കാനില്ല എന്ന നിലപാടിനെ തുടർന്ന് ലോകകപ്പിൽ നിന്നും പുറത്താക്കി ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് നീക്കം. ടൂർണമെന്റിലെ മറ്റു മത്സരങ്ങളിൽ കളിക്കുമെങ്കിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യക്കെതിരായ മത്സരം മാത്രം ബഹിഷ്കരിക്കാനാണ് PCB ആലോചിക്കുന്നത്. ICC കടുത്ത നടപടിയെടുക്കുമെന്ന ആശങ്കയുള്ളതിനാലാണ് പൂർണ്ണമായും പിന്മാറാത്തത്. ഫെബ്രുവരി 15-നാണ് കൊളംബോയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കേണ്ടത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. നിയമസഭാ സമ്മേളനം അടക്കം നിരവധി വാർത്തകൾ ഈ ദിവസമുണ്ട്. ഇതെല്ലാം അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്.